കുട്ടികളായിട്ട് ഈ പൂക്കോലം കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോൾ അവർ ആൾക്കാരെ പുറത്തിറക്കിയിട്ടാണ് ലൈറ്റ് ഇടുന്നത്. നമ്മൾ ഈ ലൈറ്റ് ഇടുന്നത് കുട്ടികളത് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ വരുന്നത്. പുനലൂരിൻ്റെ ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുനലൂരിൻ്റെ തന്നെ വലിയൊരു ഫെസ്റ്റായിട്ട് തന്നെ ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഫെസ്റ്റ് നമുക്കിത് കാണാനുള്ള ആസ്വദിക്കാനുള്ള ഇതുകൊണ്ടാണ് പിള്ളേരുമായിട്ട് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരെയും പുറത്താക്കിയിട്ട് അതിനകത്ത് കുട്ടികളെ എല്ലാവരും പുറത്താക്കിക്കൊണ്ട് അവർ ലൈറ്റ് ഇടണമെന്ന് പറയും. പിന്നെ എന്തിനാണ് ഈ ലൈറ്റ് ഇടുന്നത്? അത് ആസ്വദിക്കുന്നത് എന്തിനാണ്? ആസ്വദിക്കാൻ വേണ്ടി തന്നെ നമ്മളിവിടെ വരുന്നത്. പുനലൂർ തൂക്കുപാലത്തിലെ ദീപാലങ്കാരം കാണാനെത്തിയവരെ പുറത്താക്കി കവാടം പൂട്ടിയതായി ആരോപണം. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് കുടുംബസമേതം ദീപാലങ്കാരം കാണാനെത്തിയവർക്കാണ് ദുരനുഭവമുണ്ടായത്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ തൂക്കുപാലം കാണാനും പാലത്തിൽ സായാഹ്നം ചെലവഴിക്കാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി പേർ എത്താറുണ്ട്. എന്നാൽ പുനലൂർ ഓണം ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരം നടത്തിയതിന് പിന്നാലെ സാധാരണ അടയ്ക്കുന്നതിന് മണിക്കൂറുകൾ മുന്നേ പാലത്തിലെ പ്രവേശനം നിഷേധിക്കുകയാണ്. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 8 മണി വരെയാണ് പാലത്തിൽ പ്രവേശനമുള്ളത്. എന്നാൽ ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് മുൻപ് പാലത്തിൽ പ്രവേശിക്കാനെത്തിയവരെ പോലും പുറത്താക്കി കവാടം അടയ്ക്കുകയായിരുന്നു. ദീപാലങ്കാരത്തിൽ നിന്ന് വൈദ്യുതാഘാതമുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് പാലം നേരത്തെ അടയ്ക്കുന്നതെന്നാണ് വിവരം. എന്നാൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ വൈദ്യുത ദീപാലങ്കാരം നടത്തുന്നത് മുൻ വർഷങ്ങളിലും വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പരിഗണിച്ച് സുരക്ഷാ മുൻകരുതലുകളോടെ വൈദ്യുത ദീപാലങ്കാരം നടത്താതിരുന്നത് കാരണം സഞ്ചാരികൾക്ക് പുറത്തുനിന്ന് പാലം കണ്ട് മടങ്ങേണ്ട അവസ്ഥയാണ്. പുനലൂർ ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി ആഗസ്റ്റ് 15 മുതൽ തൂക്കുപാലത്തിൽ ദീപാലങ്കാരം തുടങ്ങിയിരുന്നു. അനുവദിക്കപ്പെട്ട സമയത്തിന് മുൻപ് നേരത്തെ പാലം അടയ്ക്കുന്നതിന് അധികൃതർ പുതിയ കാരണവും കണ്ടെത്തിയിട്ടുണ്ട്. പാലത്തിലെ നടപ്പലകകൾ തകർച്ചയിലായെന്നാണ് ന്യായം. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ഇല്ലാത്ത തകർച്ച എങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ചുവെന്ന ചോദ്യമുയർത്തുകയാണ് നാട്ടുകാർ. അനുവദിക്കപ്പെട്ട സമയത്ത് സുരക്ഷിതമായ രീതിയിൽ പാലത്തിൽ കയറുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും അവസരമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.